പുത്ര ഇന്ദ്രജിത്ത്, സുലോചനെ. മാതേ, വന്നാലും. മാതാവിന് എന്റെ പ്രണാമം. എന്തുകൊണ്ടാണ് മാതാവിന്റെ മുഖത്തൊരു വിഷാദം? പുത്ര, ശക്തമായ നമ്മുടെ ലങ്കയ്ക്കുള്ളിൽ ഒരു വാനരൻ വന്നിരിക്കുകയാണ്. എന്ത്? വനത്തിൽ അലയുന്ന കുരങ്ങ് നമ്മുടെ കോട്ടയിലെ കാവലും മറികടന്ന് ലങ്കയ്ക്കകത്ത് പ്രവേശിച്ചെന്നോ? പ്രവേശിച്ചുവെന്ന് മാത്രമല്ല, ആ വാനരൻ നമ്മുടെ അശോകവനത്തിൽ കടന്ന് അതിനെ നശിപ്പിച്ചിരിക്കുന്നു. അവിടെയുള്ള അസുരന്മാരെ എല്ലാം വധിച്ചിരിക്കുന്നു. എന്ത്? ഒരു നിസാരനായ കുരങ്ങ് നമ്മുടെ അശോകവനം നശിപ്പിച്ച് നമ്മുടെ അസുരന്മാരെ വധിച്ചുവെന്നോ? അതുമാത്രമല്ല പുത്ര, ആ കുരങ്ങിനെ പിടിക്കുവാനായി ശംഭുമാലിയെയും മറ്റനവധി പടയാളികളെയും അയച്ചു നിന്റെ പിതാവ്. അവരെയും യമലോകത്തിലേക്ക് അയച്ചു ആ കുരങ്ങ്. അതൊരു നിസ്സാര കുരങ്ങാണെന്ന് തോന്നുന്നില്ലല്ലോ. പുത്ര, ഏകാന്തമായി ജീവിച്ച ഈ മാതാവിന് നീയും നിന്റെ അനുജൻ അക്ഷയനുമായിരുന്നു ഒരേ ഒരാശ്വാസം. കൊലവെറുപ്പുണ്ട് ആ കുരങ്ങിനെ പിടിക്കാനായി ഇളയവനായ നിന്റെ അനുജൻ അക്ഷയനെയും അയച്ചു നിന്റെ പിതാവ്. ആ കുരങ്ങ് സംഭവിച്ചത് എന്താണ് മാതേ? അക്ഷയനെയും വധിച്ചു പുത്ര, വധിച്ചു. മാതേ, മാതേ, വീരനായ എന്റെ അനുജൻ നിസാരന ഒരു കുരങ്ങ് കാരണം വധിക്കപ്പെട്ടുവെന്നോ? അതെ, അത്രയും പേരെ വധിച്ചിട്ടും ക്രോധം ശമിക്കാത്ത ആ കുരങ്ങിനെ പിടിക്കുവാനായി നിന്നെയും പറഞ്ഞയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിന്റെ പിതാവ്. മാതേ, ഇപ്പോഴെന്റെ പിതാവ് എവിടെയാണ്? നിന്റെ മുത്തശ്ശനായ മാലിയുടെ മാളികയിലേക്ക് പോയിരിക്കുകയാണ്. മാതേ, ഞാൻ ഇപ്പോൾ തന്നെ എന്റെ പിതാവിനെ സന്ദർശിക്കാം. അദ്ദേഹത്തിന്റെ അനുമതി വാങ്ങിച്ച് എന്റെ അനുജനെ വധിച്ച ആ കുരങ്ങനെ പിടിച്ചുകെട്ടി വലിച്ചുകൊണ്ട് വരാൻ ഞാൻ. വേണ്ട പുത്ര, നീ പോകണ്ട. ഇന്ദ്രജിത്തെ, വന്നിരിക്കുന്നത് സാധാരണ വാനരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കുലത്തിന് സംഭവിച്ച കൊടിയ വിധിയാണോ അല്ലെങ്കിൽ ശാപമാണോ ആ രൂപത്തിൽ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ക്രൂരമായ ആക്രമണത്തിന് ഒരു പുത്രനെ ബലി കൊടുത്തു കഴിഞ്ഞു. ഇനി നിന്നെയും കൂടി നഷ്ടപ്പെടുത്താൻ ഈ മാതാവിനാകുകയില്ല പുത്ര. പോകരുത് ഇന്ദ്രജിത്ത, പോകരുത്. മാതാവ് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നുണ്ട്. ആ കുരങ്ങനോട് പോരാടുവാനായി ദയവ് ചെയ്ത് അങ്ങ് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. സുലോചനെ, മാതേ, എന്നെയും എന്റെ പിതാവിനെയും വധിക്കുവാനായി ഇതുവരെ ആരും പിറന്നിട്ടുമില്ല, ഇനി പിറക്കാൻ പോകുന്നുമില്ല. ഞങ്ങൾ ഇരുവരും അങ്ങനെയുള്ള വരങ്ങൾ നേടിയവരാണ്. അങ്ങനെയാണ് എന്റെ പിതാവ് രാവണനെന്നും ഞാൻ ഇന്ദ്രജിത്തെന്നും പേര് നേടിയിരിക്കുന്നത്. അവിടുന്ന് ധൈര്യമായിരിക്കൂ. എന്റെ അനുജനെയും മറ്റുള്ളവരെയും വധിച്ച ആ കുരങ്ങനെ ഞാൻ ഉറപ്പായും പിടിച്ചുകെട്ടി കൊണ്ടുവരും, അല്ലെങ്കിൽ വധിച്ചു കൊണ്ടുവരും. പോയി വരാം. ഇന്ദ്രജിത്ത, അതെ അതെ സുലോചനെ, നിന്റെ മാംഗല്യ ബലവും മുടങ്ങാതെ നീ ചെയ്യുന്ന പൂജയുമാണ് മകളെ എന്റെ പുത്രനെ രക്ഷിക്കേണ്ടത്. കരയാതിരിക്കൂ. സഭാവാസികളെ, മയനെന്ന അസുരശില്പി പണി കഴിപ്പിച്ച മഹാനഗരമായ ഈ ലങ്ക പരിവർത്തനത്തിന്റെ പാദസ്പർശം ഏൽക്കാത്തതാണ്. ഇന്ദ്രാദിദേവന്മാർ എല്ലാവരും തന്നെ ഇറങ്ങി വന്ന് നമുക്ക് ദാസവേല ചെയ്യുന്നുണ്ട്. നവഗ്രഹങ്ങൾ പോലും നമ്മുടെ സിംഹാസനത്തിന്റെ പടികളിൽ അടിമകളെപ്പോലെ കിടക്കുന്നുണ്ട്. ഭയന്നു നിന്ന് നാൾതോറും എനിക്ക് വേണ്ടി പഞ്ചാംഗം വായിക്കാറുണ്ട് ബ്രഹ്മദേവൻ. ഇങ്ങനെ ലോകത്തുള്ള എല്ലാവരും തന്നെ നമ്മുടെ കരങ്ങൾക്കുള്ളിലുള്ളപ്പോൾ എവിടെ നിന്നോ ഒരു കുരങ്ങ് വന്ന് നമ്മുടെ അശോകവനത്തെ ആകെ നശിപ്പിച്ചിരിക്കുകയാണ്. അതിനെ പിടിച്ചുകെട്ടാൻ പോയ നമ്മുടെ വീരന്മാരെ വധിച്ചിരിക്കുന്നു. നമ്മുടെ ശംഭുമാലിയെയും 5 സേനാധിപതികളെയും വധിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പുത്രൻ അക്ഷയകുമാരനെ അശോകവനത്തിൽ വച്ച് തന്നെ ഇല്ലായ്മ ചെയ്തു. മഹാരാജൻ, യുദ്ധകലകളിൽ സമാനതകളില്ലാത്ത നമ്മുടെ അക്ഷയകുമാരനെ ആ കുരങ്ങ് വധിച്ചു എന്നുള്ളത് നമ്മുടെ അസുരകുലത്തിനെ മുഴുവനായും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. മഹാരാജൻ കൽപ്പിച്ചാലും ഇപ്പോൾ തന്നെ ആ കുരങ്ങനെ പിടിച്ചുകെട്ടി കൊണ്ടുവരാം. അതെ, ഉത്തരവ് തന്നാലും ഞങ്ങൾ കൊണ്ടുവരാം. ശാന്തരാകൂ. നിങ്ങളുടെ വിശ്വാസത്തെയും വീരത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ മൂത്ത പുത്രനായ ഇന്ദ്രജിത്തൻ ആ അഹങ്കാരിയായ കുരങ്ങനെ കാണുവാനായി പോയിരിക്കുകയാണ്. അവൻ അതിനെ വധിച്ചുകൊണ്ടുവരുമോ അതോ കൈകാലുകൾ കെട്ടി വലിച്ചിഴച്ച് കൊണ്ടുവരുമോ എന്ന് നോക്കിയിട്ട് അതിനുശേഷം ചിന്തിക്കാം നമുക്ക്. നോക്കൂ, രാജകുമാരൻ ആഗതനാവുന്നു. എന്താ സംഭവിച്ചത്? സാക്ഷാൽ ഈശ്വരന് സമാനനായ ലങ്കേശ്വരന്
ഈ ഇന്ദ്രജിത്തിന്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. വന്നാലും വന്നാലും, വീരപുത്ര വന്നാലും, വിജയവേന്ദ്രനെ വന്നാലും, ദേവന്മാരെ തടവിലാക്കിയ ധീര വന്നാലും, ഇന്ദ്രജിത്ത നീ പോയ കാര്യം? പിതാവേ, കൊലവെറി പൂണ്ട ആ കുരങ്ങ് എന്നെ കണ്ടതും ആക്രോശിച്ചു. അതിന്റെ അഹങ്കാരത്തെ അടക്കി എന്റെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് അതിനെ ഞാൻ കെട്ടിവലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിതാവേ. വിനാശം വിതറിയ കുരങ്ങനെ അടക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്നോ? ഭേഷ്! ഇന്ദ്രജിത്ത, ഇത് നീ ദേവന്മാരെ തോൽപ്പിച്ചതിനേക്കാളും വലിയ വിജയം തന്നെയാണ്. അതെ മഹാരാജൻ, തന്റെ വീരകൃത്യത്താൽ ഈ അസുരകുലത്തിന്റെ മാനം തന്നെ രക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ രാജകുമാരനായ ഇന്ദ്രജിത്ത്. അതിന്റെ പേരിൽ നാം എല്ലാവരും തന്നെ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതാണ്. രാജകുമാരൻ ഇന്ദ്രജിത്ത് നീണാൾ വാഴട്ടെ! രാജകുമാരൻ ഇന്ദ്രജിത്ത് നീണാൾ വാഴട്ടെ! രാജകുമാരൻ ഇന്ദ്രജിത്ത് നീണാൾ വാഴട്ടെ! ശാന്തരാകൂ, ശാന്തരാകൂ. വളരെ സന്തോഷം. സഭാവാസികളെ, എന്റെ പ്രിയപുത്രൻ ഇന്ദ്രജിത്തിനെ നിങ്ങൾ എല്ലാവരും ചേർന്ന് അഭിനന്ദിച്ചത് കേട്ട് എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ കുരങ്ങന്റെ ക്രൂരകൃത്യങ്ങളാൽ എന്റെ നെഞ്ചാളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നീചനായ കുരങ്ങന് കടുത്ത ശിക്ഷ നൽകിയാൽ മാത്രമേ എന്റെ കോപാഗ്നി അടങ്ങുകയുള്ളൂ. പുത്ര, ആ കുരങ്ങനെ പിടിച്ചുകെട്ടി നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ പറയൂ. വീരന്മാരെ, പിടിച്ചുകെട്ടി കൊണ്ടുവരൂ ആ കുരങ്ങനെ. ആഹാ, രാവണന്റെ സിംഹാസനത്തിലുള്ള ആ ഇരിപ്പ് തന്നെ നേത്രങ്ങളെ കുളിരണിയിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതാണല്ലേ നവഗ്രഹങ്ങൾ അടിമയായി കിടക്കുന്ന ഈ പടികൾ. എന്ത് ഭംഗിയാണ് ഈ രാവണനെ കാണാൻ! എന്താ ഒരു ഗാംഭീര്യം, എന്തൊരു വീര്യം! ഈ ലങ്കാധിപതിയുടെ ബലത്തിന് അതിരുകളില്ല എന്നാണ് തോന്നുന്നത്. സകല ലക്ഷണങ്ങളും ഒത്ത ഈ രാവണൻ മാത്രം തൻ്റെ പൈശാചിക ഗുണങ്ങളെല്ലാം വിട്ട് നീതിമാനായിരുന്നു എങ്കിൽ ഈ ലങ്ക മാത്രമല്ല, സാക്ഷാൽ സ്വർഗത്തെയും ഇന്ദ്രാതിദേവന്മാരെയും ചേർത്ത് കാക്കുന്ന അധിപതിയായി വാഴാമായിരുന്നു. ഞാനിരിക്കുന്ന ഇടത്തേക്ക് ഇവനെ വരുത്താൻ വേണ്ടിയാണ് അശോകവനത്തെ നശിപ്പിച്ചത്. ഇവനാണെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് താനിരിക്കുന്ന അടുത്തേക്ക് എന്നെ വരുത്തിയിരിക്കുകയാണ് എങ്കിൽ തർക്കം, ന്യായം, ധർമ്മം എന്നീ നവവ്യാകരണങ്ങളെ സൂര്യഭഗവാനിൽ നിന്ന് അഭ്യസിച്ച പണ്ഡിതനായ എന്നെക്കാളും അഭിനന്ദനം, സ്വയം ആദരവ്, ഭരണമികവ് അത്രയും സജ്ജമാക്കിയ പ്രതിഭയാണ് എന്ന് നിരൂപിച്ചിരിക്കുകയാണ്. ശരി, ഇവനോട് സൗഹൃദപരമായും വിനയത്തോടും കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് സീതാദേവിയെ ഇവിടുന്ന് മോചിപ്പിക്കാൻ കഴിയുമോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം. പിതാവേ, അശോകവനത്തിൽ അതിക്രമിച്ചു കയറി അസുരന്മാരെയും എന്റെ അനുജൻ അക്ഷയനെയും വധിച്ചത് ഇതാ ഈ കുരങ്ങനാണ്. വലിയ അപരാധങ്ങൾ ചെയ്തിരിക്കുന്നതിനാൽ ഇവനെ കഠിനമായി ശിക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അല്പം ക്ഷമിച്ചാലും നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടപ്രകാരം ഈ കുരങ്ങനെ കഠിനമായി തന്നെ ശിക്ഷിക്കാം. അതിനു മുമ്പ് ഇവനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി ചോദിച്ചറിയാം. ഏയ് കുരങ്ങ, ആരാണ് നീ? എന്തിനാണ് ഈ ലങ്കയിലേക്ക് വന്നിരിക്കുന്നത്? ഞാനൊരു വാനരനാണ്. ഞങ്ങളുടെ വാനര രാജാവാൽ ദൂതനായി അയക്കപ്പെട്ടവനാണ്. ദൂതനായി വന്നവനാണെങ്കിൽ കാവൽക്കാരുടെ അനുവാദം വാങ്ങി നേരെ എന്നെ കാണുവാനല്ലേ വന്നിരിക്കേണ്ടത്? തസ്കറിനെ പോലെ കാപട്യം കാണിച്ച് എന്തിനാണ് ലങ്കയിലേക്ക് കടന്നുകൂടിയത്? എന്തിനു വേണ്ടിയാണ് അശോകവനം നശിപ്പിച്ച് അക്ഷയനെയും മറ്റുള്ളവരെയും വധിച്ചത്? മുറപ്രകാരമാണ് ഞാൻ ലങ്കയിലേക്ക് വരാൻ ശ്രമിച്ചത്. നിങ്ങളുടെ കവാടത്തിന്റെ കാവൽക്കാർ ഞാനൊരു വാനരൻ ആയതിനാൽ കടത്തിവിടുകയില്ല എന്നെനിക്ക് മനസ്സിലായി. ആയതിനാൽ കോട്ടമതിലിലേക്ക് കുതിച്ചു ചാടി അകത്തേക്ക് വന്നു. അശോകവനം നശിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ വീരന്മാർ വന്ന് കാരണം ചോദിക്കുമല്ലോ. അവരോട് കാരണങ്ങളെല്ലാം പറഞ്ഞ് അങ്ങയെ ദർശിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ വന്നവരെല്ലാം തന്നെ അമ്പും വില്ലും ഏന്തിക്കൊണ്ടാണ് അവിടേക്ക് വന്നത്. അതുകൊണ്ടാണ് അവരെ കാലപുരിക്ക് അയച്ചത്. അയോഗ്യനായ കുരങ്ങേ, എന്റെ പുത്രനെയും എന്റെ വീരന്മാരെ എല്ലാവരെയും വധിച്ചതും പോരാഞ്ഞ് എന്റെ മുമ്പിൽ നിന്നും അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്നു. നികൃഷ്ട, ഈ 7 ലോകങ്ങളിലും എന്റെ മുമ്പിൽ ഇതുപോലെ ഭയമില്ലാതെ നിന്ന് സംസാരിച്ചവരാരും തന്നെയില്ല. കാട്ടിലലയുന്ന കേവലം വെറും കുരങ്ങാണ് നീ. അങ്ങനെയുള്ള നിനക്ക് ഇത്രയും അഹങ്കാരമോ? സത്യം പറയ, നീ ആരാണ്?
രാവണ, തന്റെ ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ പോലും ഭയപ്പെടാതെ തന്റെ യജമാനനു വേണ്ടി പോരാടുന്നവനാണ് ദൂതൻ. രാജാവായ നിനക്ക് അതിനെപ്പറ്റി ബോധമുണ്ടാവും എന്ന് കരുതിയാണ് ഇതുവരെ ബഹുമാനത്തോടുകൂടി സംസാരിച്ചു കൊണ്ടുനിന്നത്. നീയോ ദൂതനായി വന്ന എനിക്ക് ഉപവിഷ്ടനാവാൻ ഒരു ആസനം പോലും തരാതെ എന്നെ പിടിച്ചുകെട്ടി നിർത്തിക്കൊണ്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് നൽകേണ്ട മര്യാദ ഞാൻ തന്നെ നൽകിയതിനു ശേഷമേ നിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുകയുള്ളൂ. ബ്രഹ്മാസ്ത്രത്താൽ ബന്ധനസ്ഥനായിരിക്കുന്ന നിനക്ക് ഇങ്ങനെ കഷ്ടിച്ച് ചലിക്കാനേ കഴിയൂ. പിന്നെ നീ സ്വയം മര്യാദ എങ്ങനെ കണ്ടെത്തും? രാവണ, ബ്രഹ്മാസ്ത്രം എന്നെ കെട്ടിയിട്ടിട്ടില്ല. ഞാനാണ് ബ്രഹ്മാസ്ത്രത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നത്. ദാ കണ്ടുകൊള്ളൂ. ആ രാവണ, ദാ കണ്ടില്ലേ അസ്ത്രത്തിന്റെ കെട്ട് എങ്ങനെയാണ് പൊട്ടിച്ചെറിഞ്ഞതെന്ന്. ഇനി ഈ അറയിൽ എനിക്കുചിതമായ ആസനത്തെ ഞാൻ തന്നെ സൃഷ്ടിച്ചെടുത്തുകൊള്ളാം. നോക്കിക്കോ. എന്റെ ദൈവമേ, എന്താണ് ഈ കാണുന്നത്? ഒരു വാനരൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്? ഇത്രയും ശക്തിയുള്ള ഇത്രയും ശക്തിയുള്ള വാനരനോ? സാധാരണക്കാരനല്ല. ഇത്രയും ശക്തിയോ ഇയാൾക്ക്? രാവണ, എനിക്കുചിതമായ ആസനത്തെ ഞാൻ തന്നെ സൃഷ്ടിച്ചെടുത്തത് കണ്ടില്ലേ നീ? എന്റെ പാദത്തിലെ തള്ളവിരൽ നിന്റെ നെറ്റിക്ക് നേരെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? രാവണ, നീ എന്നെ നിർത്തി സംസാരിക്കുമല്ലേ? കാണ്, ഇനിയും ഉയരത്തിൽ ഈ വാലുകൊണ്ടുള്ള ഇരിപ്പിടം എന്നെക്കൊണ്ട് ഉയർത്താൻ സാധിക്കും. എന്നാൽ നിനക്കെന്നോട് സംസാരിക്കുവാനായി കഷ്ടപ്പെടേണ്ടി വരുമല്ലോ എന്ന് ഓർത്തതുകൊണ്ട് മാത്രമാണ് കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ ഇത്രയും കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് എന്റെ കഴിവ്? ഏയ് കുരങ്ങ, നീ ആരാണ്? സുദർശന ചക്രമേന്തിയ മഹാവിഷ്ണുവാണോ? അല്ലെങ്കിൽ വജ്രായുധം സൃഷ്ടിച്ച ഇന്ദ്രനോ? ശൂലമേന്തി നിൽക്കുന്ന ശിവഭഗവാനോ? അല്ലെങ്കിൽ വേലേന്തി നിൽക്കുന്ന മുരുകനാണോ? അല്ലെങ്കിൽ ഭൂലോകത്തെ താങ്ങി നിർത്തുന്ന ആദിശേഷനോ? അതുമല്ലെങ്കിൽ പൂവാണോ പിഞ്ചാണോ കായാണോ കനിയാണോ നോക്കാതെ ജീവനുകളെ എല്ലാം കൊണ്ടുപോകുന്ന യമധർമ്മനോ? അസുരന്മാരോട് പകയുള്ള അന്ധന മുനിമാർ മന്ത്രയാഗത്താൽ സൃഷ്ടിച്ചു വിട്ട ഭൂതമാണോ നീ? സാക്ഷാൽ ബ്രഹ്മദേവൻ ലങ്ക നശിച്ചു പോകുമെന്ന് അന്നൊരിക്കൽ നൽകിയ ശാപത്തെ നിറവേറ്റാനായി ഈ രൂപത്തിൽ വന്നിരിക്കുന്ന കാലദേവനാണോ നീ? നീ ആരാടാ? ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാരണമെന്ത്? സത്യമെന്തെന്ന് പറയ. ഇല്ല എങ്കിൽ എത്ര മായകൾ കാണിച്ചാലും അതിനെ എല്ലാം അടക്കി നിന്നെ ഇവിടെ തന്നെ സമാധിയാക്കും. ആരാടാ നീ? രാവണ, നീ വേദം പഠിച്ചവനാണെങ്കിൽ ഞാൻ വ്യാകരണം പഠിച്ചവനാണ്. നമ്മൾ ഇരുവരും വിദ്യാഭ്യാസത്തിലോ അറിവിലോ പിന്നെ ബലത്തിലോ അന്യോന്യം അങ്ങനെ മികവില്ലാത്തവരുമല്ല.
അത് നീ ആദ്യം തന്നെ ചോദിച്ചറിയാതെ ദൂതനായി വന്ന എന്നെ യാതൊരു ഔപചാരിക മര്യാദയുമില്ലാതെ എടാ എന്ന് നീ വിശേഷിപ്പിച്ചില്ലയോ? ഇനി അങ്ങോട്ട് നിന്റെ നേർക്ക് നോക്കി ഞാൻ പറയാൻ പോകുന്ന എടാ വിളികളെല്ലാം തന്നെ നീ ഇനി എണ്ണിക്കൊള്ളടാ. രാവണ, ഞാൻ നീ പറഞ്ഞ മഹാവിഷ്ണുവോ ഇന്ദ്രനോ വേറെ ഒരു ദേവനോ അല്ല. അന്തന മുനിവര്യൻ സൃഷ്ടിച്ചെടുത്ത ഭൂതവുമല്ല. ഞാനൊരു വാനര വീരനാണ്. അഞ്ജനാദേവി അവർകളുടെയും പിന്നെ വായുദേവനും പിറന്ന വായുപുത്രൻ. എന്നെ ഹനുമാൻ, മാരുതി, ആഞ്ജനേയൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. നീയാണോ ഹനുമാൻ? അതിരിക്കട്ടെ, നീയാണോ അത്? പിറന്ന് തൊട്ടിലിൽ കിടക്കുന്ന സമയത്ത് ഉദയകാല സൂര്യനെ ദർശിച്ച് അതൊരു ഫലമാണെന്ന് കരുതി ഉള്ളിൽ തോന്നിയ വിഡ്ഢിത്തരത്തിന്റെ പേരിൽ അതിനെ സ്വന്തമാക്കാൻ വേണ്ടി വാനത്തിൽ കൂടി വേഗത്തിൽ പറന്നു ചെന്നില്ലയോ? ആ ഹനുമാനാണോ നീ? ആ സമയത്ത് സൂര്യനെ പിടിക്കാൻ പോകുന്നത് കണ്ട് ഭയന്ന രാഹു ഇന്ദ്രനോട് സങ്കടം പറഞ്ഞപ്പോൾ ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് നിന്നെ ദണ്ഡിച്ചപ്പോൾ ആകാശത്തു നിന്ന് ഭൂമിയിൽ പതിച്ച് മുഖത്തെ അണു എന്ന താടിയലിന്റെ പകുതി ഉടഞ്ഞതിനാൽ ഹനുമാൻ എന്ന നാമം ലഭിച്ചുവല്ലോ. ആ ഹനുമാനാണോ നീ? വാനരനായി പിറന്ന് വക്രബുദ്ധി കൊണ്ട് വനത്തിൽ വസിക്കുന്ന മുനിമാരോട് കുസൃതി കാണിച്ചതിനാൽ ആ മുനിവര്യന്മാർ നിന്റെ ബലം നീ അറിയാതെ പോകട്ടെ എന്ന് നിന്നെ ശപിച്ചിരുന്നുവല്ലോ. ആ ഹനുമാനാണോ? ഈ കഥകളിൽ ഏത് ഹനുമാനാടാ നീ? നീ ഇപ്പൊ പറഞ്ഞില്ലേ 3 ഹനുമാന്മാരെ പറ്റി. ഞാനാണ് അവരുടെയെല്ലാം മുഴുവൻ രൂപം. രാവണ, എനിക്കും പല രാവണന്മാരെക്കുറിച്ച് കേട്ടറിവുള്ളതാണ്. നീ അതിൽ ഏത് രാവണനാണെന്ന് പറഞ്ഞു തരാമോ എനിക്ക്? എന്ത്? എനിക്ക് സമമായ വേറെ രാവണന്മാർ ഈ ലോകത്തിൽ വേറെയുമുണ്ടെന്നോ? അതെ, ഉണ്ടല്ലോ. പറയാം, കേട്ടോളൂ. 1000 വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ചും ഒരുപാട് വരങ്ങൾ പ്രാപ്തമാക്കിയും വിലയിരുത്തുവാൻ വേണ്ടിയിട്ട് ഒരു കൈയളവ് ഭൂമി പോലുമില്ലാതെ ഈ മഹാലങ്കയെ ആ കുബേരനിൽ നിന്നും ദണ്ഡിച്ചും ഭീഷണിപ്പെടുത്തിയും വാങ്ങിയില്ലേ? ആ രാവണനാണോ നീ? അല്ലെങ്കിൽ മഹാവിഷ്ണു വാമന അവതാരമെടുത്ത് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാനായ മഹാബലിയുടെ കാതിലെ കുണ്ടലങ്ങളെപ്പോലും താങ്ങുവാൻ തനിക്ക് ബലമില്ല എന്നറിഞ്ഞ വായെല്ലാം രക്തം ചൊരിഞ്ഞ ഓടി വന്നില്ലയോ? ആ രാവണനാണോ നീ? അല്ലായെങ്കിൽ കൈലാസ പർവ്വതത്തെ ഉയർത്താൻ കഴിയാതെ അതിനടിയിൽ അകപ്പെട്ടുകൊണ്ട് പെരുച്ചാഴിയെപ്പോലെ കീ കീ എന്ന് നിലവിളിച്ചില്ലേ? ആ രാവണനാണോ നീ? അതുമല്ലെങ്കിൽ കാർത്തവീര്യന്റെ പിടിയിൽ കുടുങ്ങിക്കിടന്ന അസ്ഥിയൊടിയുന്ന വിധത്തിൽ നിലവിളിച്ചില്ലേ? ആ രാവണനാണോ നീ? അതുമല്ലെങ്കിൽ ബാലിയുടെ ശിവപൂജയിൽ ഭംഗം വരുത്തിയതിന് അദ്ദേഹത്തിന്റെ വലിയ വാലുകൊണ്ട് ബന്ധനസ്ഥനാക്കപ്പെട്ട് അദ്ദേഹം പറന്ന വാനവീഥികളെല്ലാം അലഞ്ഞു തിരിയപ്പെട്ട് അവസാനം അദ്ദേഹത്തിന്റെ പുത്രൻ അംഗദന്റെ തൊട്ടിലിൽ തന്നെ വിളയാടുന്ന പാവയെപ്പോലെ ബന്ധനത്തിൽ കിടന്നില്ലയോ? ആ രാവണനാണോ നീ? ഇത്രയും രാവണന്മാരുണ്ടിവിടെ. ഇതിലിപ്പോൾ ഏത് രാവണനാണ് നീ എന്ന് എനിക്ക് പറഞ്ഞു തന്നാട്ടെ. പറയൂ.